ആവിയിൽ വേവിക്കുന്ന ഐറ്റംസിനോടാണല്ലേ നമ്മൾക്ക് ഏറ്റവും പ്രിയം. നല്ല ഹെൽത്തിയുമാണ്. ഇന്ന് 2 വാഴയ്ക്കയും പിന്നെ 2 ഉരുളക്കിഴങ്ങുമേ ആവിയിൽ നമുക്കൊന്ന് പുഴുങ്ങി നോക്കിയാലോ? നല്ല പൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേ. ഇതുണ്ടാക്കാനേ ആദ്യം ഇഡ്ഡലിക്കുട്ടത്തിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ചൊന്ന് തിളപ്പിക്കണേ. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഈ സാമ്പാറിനൊക്കെ അരിയുന്നതിലും കുറച്ച് വലുതായിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനേ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് അരിയാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ 2 പച്ചക്കായ എടുത്തിരുന്നല്ലോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതും അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് വെച്ച് കൊടുക്കാവേ. ഇത് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുവേ. നമുക്കിത് അടച്ച് വെച്ചിട്ടേ ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിൽ കൂടരുത് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്തതാണ്. കണ്ടേ, നമ്മുടെ വാഴയ്ക്കയും നമ്മുടെ ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതുവരെയും മതിയാവും. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ? അപ്പോൾ എന്തോ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി അല്ലി എടുത്ത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ആ വെളുത്തുള്ളി അരി നമുക്കിതിലേക്ക് ഒരുപാട് ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഐറ്റംസ് മാത്രം വെച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ കാണിക്കുന്നത്. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അതിനകത്ത് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അതുവരെയും മതിയാവും. ഇപ്പോൾ ഒന്ന് ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർക്കുന്നത്. ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്നും ഒരുപാട് കളറൊന്നും മാറി ഒന്നും വരണ്ട. ഇത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും. അപ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. ഒരു വട്ടമൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് അതായത് വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങും ആ പച്ചക്കായും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാവേ. ഇത് നമ്മളിങ്ങനെ ആവിയിലൊക്കെ വേവിച്ച പച്ചക്കറി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. പിന്നെ ആകെ ഇതിനകത്ത് ഇച്ചിരി അതായത് അൺഹെൽത്തി എന്ന് പറയാൻ ഈ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ചാൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടേ വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കണമേ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ പുഴുങ്ങിയെടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്, ഹെൽത്തിയുമാണ്. അപ്പം ഇപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇത് പൊടിഞ്ഞൊക്കെ പോവും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എന്നാലും ഒരുപാട് പൊടിയാതെ ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു രുചിയാണ് ഇതിന്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയായിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്ക് മെയിനായിട്ടൊരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ് ഇതിന് അത്രയ്ക്കും ടേസ്റ്റ് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവേ. തേങ്ങാപ്പാലെന്ന് പറയാൻ നല്ല കട്ടി തേങ്ങാപ്പാലൊന്നും അല്ല ഞാൻ ചേർക്കുന്നത്. ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്ത തേങ്ങയുടെ പാലാണ്, അതായത് തേങ്ങാപ്പാലാണ്. ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവേ. ഇനി ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കണേ. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഒന്ന് വെന്ത് ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ അതാണ്ട് ഒന്ന് വറ്റി ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഈ തേങ്ങ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ടിട്ടുണ്ട്. കുറച്ചധികം തേങ്ങയാണ് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടോ. പൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊളി ഐറ്റമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോഴേ നമ്മുടെ സംഭവം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.